അങ്ങനെ രാവണൻ കൈലാസപർവ്വതത്തെ എടുത്ത് കുലിക്കുമ്പോൾ ശിവപാർവതിമാര് ശണ്ഠയിലായിരുന്നു. നമ്മൾ രണ്ടാളും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യം വന്നിട്ട് രണ്ടാളും അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. ദാമ്പത്യബന്ധത്തിന്റെ എല്ലാവിധത്തിലുള്ള സൗന്ദര്യവും എല്ലാവിധത്തിലുള്ള ആദർശവും എല്ലാവിധത്തിലുള്ള അതിൻ്റെ പ്രതിസന്ധികളും തിന്മയും നന്മയുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പുരാണ കഥയാണ് ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥകൾ. എത്രയെത്ര മനോഹരമായ കഥകളുണ്ട്. ആ കഥകളെ ആസ്പദമാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയ ഒരു വള്ളത്തോൾ നാരായണമേനോന്റെ അതിസുന്ദരമായിരിക്കുന്നൊരു ഖണ്ഡകാവ്യമുണ്ട്. എല്ലാ ദമ്പതിമാരും ഈ കാവ്യം വീട്ടിലിരുന്നിട്ട് ഒന്നിച്ചിരുന്ന് വായിക്കണം. എന്തിനാ വായിക്കുന്നതെന്നറിയാം? അത് വായിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശണ്ട തീർക്കാൻ ഏറ്റവും നല്ല ക്രൈസിസ് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷൻ കാവ്യമാണത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ശണ്ട കൂടിയാൽ എങ്ങനെയാണത് പരിഹരിക്കുക എന്നതിൻ്റെ ക്രൈസിസ് മാനേജ്മെന്റ് ആണത്. ആ കാവ്യത്തിന്റെ പേര് ശിഷ്യനും മകനും എന്നാണ്.